ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. പ്രൈസ് മീൻസ് ദ മണി കൺസിഡറേഷൻ ഫോർ എ സെയിൽ ഓഫ് ഗുഡ്സ്. നമ്മളൊരു ഗുഡ് വിൽക്കുമ്പോൾ അതിന് നമ്മൾ തിരിച്ച് വാങ്ങുന്ന ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൈസിനെയാണ് നമ്മൾ പ്രൈസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു സെല്ലിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് കൺസിഡറേഷൻ. ബെയിൽമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവിടെ കൺസിഡറേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ സെയിലിൽ അല്ലെങ്കിൽ സെല്ലിങ്ങിൽ കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളൊരു വസ്തു വിൽക്കുമ്പോൾ നമ്മൾ തിരിച്ച് വാങ്ങുന്ന കൺസിഡറേഷൻ ആ ഒരു പ്രൈസിനെയാണ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്. ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം കാണിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്, മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആധാരം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രൈസ് അതിൽ നിന്ന് വേണം, പ്രൈസ് റിട്ടേൺ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉടമസ്ഥാവകാശം കാണിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ് വെക്കാറുണ്ട്, ലൈക്ക് ആധാരം. ഓക്കെ, അപ്പോൾ അതിനെയാണ് പറയുന്നത് ആ ഒരു വസ്തുവിൻ്റെ ടൈറ്റിൽ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്. അപ്പോൾ അതിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് ആധാരം. ഓക്കെ. Topic: Delegation of Authority. Delegation of authority. According to Section 190 of the Contract Act, an agent cannot lawfully employ another to perform acts which he has expressly or impliedly undertaken to perform personally. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ ഒരു ഡെഫിനിഷനാണ് ഒരു നിയമാനുസൃതമായ കാര്യങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണിത്. അതിൻ്റെ 5 തരം കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ, ദി ഓർഡിനറി കസ്റ്റം ഓഫ് ട്രേഡ് പെർമിറ്റ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് സബ് ഏജൻറ്റ്. കച്ചവടക്കാർക്ക് കൊടുക്കുന്ന ഒരു പെർമിറ്റ് ഉണ്ട്. രണ്ടാമത്തെ, when the nature of the agency is such that it becomes necessary to appoint a sub-agent. ഏജന്റ് അപ്പോയിൻമെന്റ് ചെയ്തു കൊടുക്കുന്ന പ്രക്രിയയാണ്. മൂന്നാമത്തെ, when the act to be done is purely ministerial and involves on exercise of discretion or confidence. മിനിസ്റ്റർക്ക് കോൺഫിഡൻസ് ആയി ഓരോന്ന് ചെയ്തു കൊടുക്കുന്നു. നാലാമത്തെ, when the principal agree to appointment of sub-agent such as sub-agent expressly or impliedly. സബ്-ഏജന്റിന് വ്യക്തമായ നിയമാനുസൃതമായ കാര്യങ്ങൾ ചെയ്യുന്നു. അഞ്ചാമത്തെ പോയിന്റ്, when some uniform എമർജൻസി ആസ്. അടുത്താണ് സബ്-ഏജന്റ്. സബ്-ഏജന്റ് എന്ന് വെച്ചാൽ a sub-agent is a person employed by and acting under the control of the original agent in the business of the agency. The agent is responsible to the principal of act of the sub-agent. ഒരു ഏജന്റ് ഉണ്ടാക്കുന്നതിന് ഒറിജിനലായിട്ട് ഏജന്റിന് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പലിന് പ്രിൻസിപ്പലിൻ്റെ ആക്ട് പ്രകാരം നടത്തി കൊടുക്കുന്നതാണ് സബ് ഏജന്റ് എന്ന് വെച്ചാൽ. അടുത്ത, റിലേഷൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് സബ് ഏജന്റ്. സെക്ഷൻ 119 provides the legal relation between the principal and sub agent. ഇത് സെക്ഷൻ 190 പ്രകാരമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രിൻസിപ്പലിൻ്റെയും സബ് ഏജന്റിനെയും പറ്റിയാണ്. അതിന് 2 തരം തിരിച്ചിട്ടുണ്ട്. when a sub-agent is properly appointed, highly appoints, the principal is bound by act the sub-agent if sub-agent was originally appointed by principal. പ്രിൻസിപ്പലിന് ശരിയായ നിയമനങ്ങൾ നൽകി കൊടുക്കുന്നതാണ് ഇത് പറയുന്നത്. പ്രിൻസിപ്പൽ അപ്പോയിൻമെന്റ് ചെയ്യാൻ ഒറിജിനലായിട്ട് ചെയ്തു കൊടുക്കുന്നു. അടുത്ത പോയിന്റ്, ദി പ്രിൻസിപ്പൽ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സച്ച് ഏജന്റ് ടുവേർഡ് ദി തേർഡ് പാർട്ടീസ്. അതിലൊരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കുന്നു.
The agent is responsible to principal for the act of the sub-agent. പ്രിൻസിപ്പലിൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് സബ് ഏജൻ്റ് ചെയ്യുന്നത്. അതിലത്തെ രണ്ടാമത്താണ് when a sub-agent is improperly appointed, section 103. The principal is not responded by such agent is not bound by act. ഇത് അനിശ്ചിതമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പ്രിൻസിപ്പലിൻ്റെ റെസ്പെക്റ്റോടു കൂടി. അടുത്തത് ദി ഏജന്റ് would be responsible both to the principal and to the third parties for the act of sub-agent. പ്രിൻസിപ്പലിൻ്റെ ഏജന്റിൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടി പ്രിൻസിപ്പലിന് തേർഡ് പാർട്ടീസ് ഉണ്ടായിരിക്കുന്നതാണ്. ലാസ്റ്റ് പോയിന്റ്, ദി തേർഡ് പാർട്ടീസ് കൺവേർട്ട് cannot look to principal but can only look the agent the fulfillment the contract entered into with the sub-agent. Thank you. നെക്സ്റ്റ് ടോപ്പിക് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്. അതിലെ സാലിയം ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ലീഗൽ എൻറ്റിറ്റി. ലീഗൽ എൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2018 LLP ആക്ട് പ്രകാരം രൂപീകരിച്ചതും സംയോജിപ്പിച്ചതുമായ ഒരു ബോഡി കോർപ്പറേറ്റ് ആയിരിക്കും. അതേപോലെ LLP അതിൻ്റെ പാർട്ട്നേഴ്സിൽ നിന്നും വേറിട്ട ലീഗൽ ആയിട്ടുള്ള സ്ഥാപനമാണ്. രണ്ടാമത്തെ പോയിന്റ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു LLPക്ക് ശാശ്വതമായ അനന്തരാവകാശം ഉണ്ടായിരിക്കും. LLPയുടെ പാർട്ട്നേഴ്സിൽ ഏതെങ്കിലും മാറ്റം ഉണ്ടായാൽ അത് LLPയുടെ നിലനിൽപ്പിനെയോ അല്ലെങ്കിൽ അവകാശത്തെയോ ലയബിലിറ്റീസിനൊന്നും ബാധിക്കുകയില്ല. മൂന്നാമത്തെ പോയിന്റ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ LLPക്കും കുറഞ്ഞത് 2 പാർട്ട്നേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം. കൂടാതെ ഡിസഗ്നേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് കുറഞ്ഞത് 2 വ്യക്തികളോ ഉണ്ടായിരിക്കണം. അവരിൽ ഒരാളെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കുകയും വേണം. നാലാമത്തെ പോയിന്റ് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ്. ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സിൽ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വ്യക്തിയോ ബോഡി കോർപ്പറേറ്റോ LLPയിൽ പാർട്ട്നേഴ്സ് ആവും. അതുപോലെ ബോഡി കോർപ്പറേറ്റ് എന്നാൽ ഇന്ത്യൻ കമ്പനി ആക്ടിൽ നിർവചിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. അഞ്ചാമത്തെ പോയിന്റ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്. അതിൽ ഉദ്ദേശിക്കുന്നത് പാർട്ട്നേഴ്സുകളുടെ പരസ്പര അവകാശങ്ങളും കടമകളും നിയന്ത്രിക്കുന്നതിന് പാർട്ട്നേഴ്സുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ LLPയും പാർട്ട്നേഴ്സും തമ്മിലുള്ള ആക്ട് 2008 LLP നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമാണ്. ആറാമത്തെ പോയിന്റ് പാർട്ട്നേഴ്സ് ആസ് ഏജന്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു LLPയുടെ എല്ലാ പാർട്ട്നേഴ്സ് LLPയുടെ ഏജന്റായ LLPയുടെ ബിസിനസ്സിന് വേണ്ടിയാണ്, എന്നാൽ മറ്റ് പാർട്ട്നേഴ്സിൻ്റെ അല്ല. ഏഴാമത്തെ പോയിന്റ് ലിമിറ്റഡ് ലയബിലിറ്റി. അതിൽ പറയുന്നത് LLPയുടെ പാർട്ട്നേഴ്സുകളുടെ ലയബിലിറ്റീസ് അവർ സംഭാവന ചെയ്ത തുകയിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എട്ടാമത്തെ പോയിന്റ് നെയിം ഓഫ് ദി ഫേം. അതിൽ പറയുന്നത് ഒരു LLPയുടെ അതിൻ്റെ പേരിൻ്റെ അവസാന വാക്കായിട്ട് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ടാക്കിയിട്ട് LLP എന്ന വാക്ക് ഉപയോഗിക്കാം. ഒമ്പതാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോസർ. അതിലുദ്ദേശിക്കുന്നത് ഒരു LLPയും അതിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള സത്യവും ന്യായവുമായിട്ടുള്ള വീക്ഷണം പ്രതിഫലിപ്പിക്കുന്ന ആനുവൽ അക്കൗണ്ട് നിലനിർത്താനുള്ള ബാധ്യതയാണ്. അതിലെ ലാസ്റ്റ് പോയിൻ്റാണ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു LLP സ്വമേധയാ അല്ലെങ്കിൽ ട്രിബ്യൂണൽ വഴിയോ അവസാനിപ്പിക്കാം. അങ്ങനെ ഒരു LLP പിരിച്ചുവിടുകയും ചെയ്യാം. Good morning. Today I am talking about that extent and liability of LLP and partners. In the case of liability of LLP and partners, the following facts are considered. Every partner of an LLP is treated as the LLP but not of other partners for the purpose of doing the business. An LLP is not bound by anything done by a partner in dealing a person. അതായത് ഇവിടെ പറയുന്നത് ഏജൻറ്റിൻ്റെ കാര്യമാണ്. ഒരു LLPയുടെ ഏജൻ്റാണ് എല്ലാ പാർട്ട്നേഴ്സും. പക്ഷേ അതിലെ മറ്റ് പാർട്ട്നേഴ്സിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യം ഒരു പാർട്ട്ണർക്കില്ല.
അതുപോലെ തന്നെ ആൾക്കൊരു അതോറിറ്റി ഉണ്ടായിരിക്കും. ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരിക്കും. അതില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഈ അവകാശവും അധികാരമൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് LLP ഉത്തരവാദികളായിരിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. The LLP is liable if a partner of an LLP is liable to any person as result of a wrongful act or omission on his part in the course of the business of the LLP or with its authority. The obligation of the LLP, whether arising in contract or otherwise, shall be solely the obligation of the LLP. അതുപോലെ തന്നെ അതിലൊരു പാർട്ട്ണർ തൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നീടാണ് അതൊരു റോങ്ഫുൾ ആയിട്ടുള്ള ആക്റ്റായിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ LLP അതിന് ലയബിൾ ആയിരിക്കും. തൻ്റെ പാർട്ട്ണർ, അതിലുള്ള ഒരു പാർട്ട്ണർ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യം പിന്നീട് അത് റോങ്ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരു LLP എന്ന് പറയുന്നത് ലയബിൾ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. The liability of the LLP shall be met out of the property of the LLP. A partner of a LLP shall not be personally liable for the wrongful act or omission of any other partner of the LLP. Any person who by words spoken or written or by conduct represents himself or knowingly permits himself to be represented to be a partner in a LLP is liable to any person who extends to credit to an LLP. അതായത് ഒരു എഗ്രിമെൻറ്റ് വഴി അല്ലെങ്കിൽ ഒരു കരാർ വഴിയൊക്കെ ഉണ്ടാകുന്ന ഒബ്ലിഗേഷൻസൊക്കെ LLPയുടെ മാത്രം ഒബ്ലിഗേഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ LLPയുടെ എന്തെങ്കിലും ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് LLPയുടെ തന്നെ പ്രോഫിറ്റിൽ നിന്നാണ്. LLPക്ക് എന്തെങ്കിലും ലയബിലിറ്റിയും കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ LLPയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ വേണം അത് മെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പാർട്ട്ണറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ മറ്റേ പാർട്ട്ണർ അതിന് ലയബിൾ ആയിരിക്കില്ല, പേഴ്സണലി ലയബിൾ ആയിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ഫ്രോഡ്, സെക്ഷൻ 30. If any act is done or carried out by the LLP or any of its partners with the intent to defraud the creditors of the LLP, the liability of the partners and LLP becomes unlimited for all or any of the debts or other liabilities of the LLP. Even if the act is done by the partner, the LLP is liable to the same extent as the partner unless it is established by the LLP that such act was without the knowledge or the authority of the LLP. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രെഡിറ്റർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഫ്രോഡായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. അതൊരു പാർട്ട്ണർ ചെയ്താൽ പോലും അവരുടെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ആൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഫ്രോഡ് ഇങ്ങനെയൊക്കെ ആണെന്ന് LLPക്ക് ആ ഒരു പാർട്ട്ണർ ചെയ്തിരിക്കുന്നത് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ LLPക്ക് ആ ഒരു അൺലിമിറ്റഡ് ലാബിലിറ്റിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം ഈ ഒരു പാർട്ട്ണറിനോടൊപ്പം തന്നെ LLPയും അതിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇവിടെ സെക്ഷൻ 13 പ്രകാരം അൺലിമിറ്റഡ് ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ഫ്രോഡിൽ പറയുന്നത്. ഡോക്ട്രിൻ ഓഫ് ക്യാവിറ്റി ലിമിറ്റഡ്. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം ബയ്യർ ആ പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത സിറ്റുവേഷനിൽ ബയ്യറും സെല്ലറും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ക്യാവിറ്റി ലിമിറ്റർ എന്ന ടേം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബയ്യർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ബയ്യറുടെ സ്വന്തം റിസ്കിലായിരിക്കും വാങ്ങേണ്ടത് റിഗാർഡിങ് കണ്ടീഷൻ ഓർ ക്വാളിറ്റി ഓഫ് എ പ്രൊഡക്റ്റ്. ഇത് പറ്റിക്കപ്പെടാനുള്ള അവസരം ഒഴിവാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇംപ്ലൈഡ് കണ്ടീഷൻ. ഇപ്പോൾ ഒരു ബയ്യർ വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് സെല്ലർക്ക് അറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലർ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരു TV വാങ്ങാൻ നിൽക്കുന്ന ആളോട് ബയ്യറോട് സെല്ലർ പറയാണ് ഈ TV ചുവരിൽ പിടിപ്പിച്ച് യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ ബയ്യർക്ക് അത് ഓക്കെ ആണെങ്കിൽ, ആ പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ ആ ബയ്യർ ആ പ്രൊഡക്റ്റ്, അതായത് ഇപ്പോൾ ആ TV ചുവരിൽ പിടിച്ചിട്ടേ യൂസ് ചെയ്യത്തുള്ളൂ. അവിടെ അപ്പോൾ ഒരു ഇംപ്ലൈഡ് കണ്ടീഷനായി. ഗുഡ്സ് സോൾഡ് ബൈ ഡിസ്ക്രിപ്ഷൻ്റെ ബേസിൽ ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോൾ ഡിസ്ക്രൈബ് ചെയ്ത ക്വാളിറ്റീസ് ആ ഗുഡ്സിനുണ്ടായിരിക്കണം. ഇത് കറസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ സെല്ലർ റെസ്പോൺസിബിൾ ആവും. ട്രേഡ് യൂസേജ്. നമ്മൾ വാങ്ങുന്ന ഗുഡ്സ് നമ്മുടെ പെർട്ടിക്കുലർ പർപ്പസിന് ഫിറ്റായിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അതിനുള്ള ക്വാളിറ്റീസ് അതിനുണ്ടായിരിക്കണം. ട്രേഡ് ബൈ യൂസേജ് എന്നുള്ളത് ഒരു കസ്റ്റം ബേസ്ഡ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഒരു ഡ്രസ്സ് എടുക്കുക. ഇപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കുന്നത് എൻ്റെ ബോഡി ഫിറ്റ്നസ് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫിറ്റായിട്ടുള്ളത് ഞാൻ ചെക്ക് ചെയ്യണം, അല്ലാണ്ട് അവർ പറയുന്നത് നോക്കിയിട്ട് ആയിരിക്കാൻ പാടില്ല. ഇപ്പോൾ ഇൻ കേസ് സെല്ലർ ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സ് കറക്റ്റ് ഫിറ്റാണെന്നൊക്കെ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലർ ലയബിളാണ്. മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്ത് സെല്ലർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിച്ചാൽ സെല്ലറാണ് റെസ്പോൺസിബിൾ. സെയിൽ ബൈ സാമ്പിളിൻ്റെ ബേസിലാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ കാണിച്ച സാമ്പിളും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത സാമ്പിളും ഒരുപോലെ ആയിരിക്കണം. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലർ റെസ്പോൺസിബിൾ ആവും. ഗുഡ്സ് പർച്ചേസ്ഡ് അണ്ടർ പാറ്റൻറ്റ് ഓർ ബ്രാൻഡ് നെയിം നോക്കിയൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ സെല്ലറിൻ്റെ ജഡ്ജ്മെൻറ്റോ സ്കില്ലിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കമ്പനീസിൻ്റെയും LLPയുടെ ഫസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് ഫോർമേഷൻ. കമ്പനീസിനെ സംബന്ധിച്ച് ഫോംഡ് ആസ് പെർ കമ്പനീസ് ആക്ട് 2013. LLP ആണെന്നെങ്കിൽ ഫോംഡ് ആസ് ബൈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. അടുത്തതാണ് രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ കമ്പൽസറി ആണ്. കമ്പനിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അവർ സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യും, എന്നിട്ട് കമൻസ്മെൻറ്റ് കൊടുക്കും. LLP ആണെങ്കിലും രജിസ്ട്രേർഡ് കമ്പനീസിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം, അത് നിർബന്ധമാണ്, കമ്പൽസറി ആയിരിക്കും. അടുത്ത ഫീച്ചേഴ്സാണ് ക്യാപിറ്റൽ. അതായത് പബ്ലിക് കമ്പനി ആയാലും പ്രൈവറ്റ് കമ്പനി ആയാലും അതിൻ്റെ മിനിമം പെയ്ഡ് എത്രയായിരിക്കണമെന്ന് കമ്പനി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. LLPയെ സംബന്ധിച്ചോളം ക്യാപിറ്റൽ ഫോർമേഷൻ എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേര് മതി, പബ്ലിക് ആണെങ്കിൽ 7 പേര് വേണം. LLP ആണെങ്കിൽ മാക്സിമം 2 പേര് ഫോം ചെയ്യും. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് കമ്പനിയെ സംബന്ധിച്ച് മാക്സിമം പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ 200, പബ്ലിക് ആണെങ്കിൽ അങ്ങനെ ലിമിറ്റൊന്നുമില്ല. LLP ആണെങ്കിൽ മാക്സിമം നമ്പർ നോ ലിമിറ്റ്, അങ്ങനെ ലിമിറ്റൊന്നുമില്ല, എത്ര മെമ്പേഴ്സ് വേണമെങ്കിലും ആവാം. അടുത്താണ് നെയിം. പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിൻ്റെ പേരിന് ലാസ്റ്റ് LLT എന്ന് ചേർക്കും. പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും യൂസ് ചെയ്യും. LLP ആണെങ്കിൽ LLP എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ നെയിം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് എഴുതിക്കും. ലയബിലിറ്റി കേസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനീസിൽ ഷെയർസാണ് ഉണ്ടാവുക. ഷെയർ വാല്യൂ എക്സിറ്റഡ് വരെ എത്രയാണോ ഷെയർ അത്ര വരെയാണ് ലയബിലിറ്റി ഉണ്ടാവുക. LLP കേസാണെങ്കിൽ LLPയിൽ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്രയാണോ അത്ര വരെ ലയബിലിറ്റി ഉണ്ടാവും. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഓർ പാർട്ട്നേഴ്സ് പ്രൈവറ്റ് ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഓർ പാർട്ട്നേഴ്സ് പ്രൈവറ്റ് ആണെങ്കിൽ 2 പേരായിരിക്കും, പബ്ലിക് ആണെങ്കിൽ 3 പേരായിരിക്കും. അതേസമയം LLP ആണെങ്കിൽ 2 ആൾക്കാരുണ്ടായിരിക്കും, അതിലൊരാൾ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനീസിനെ സംബന്ധിച്ച് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ്. കമ്പനീസിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിലായിരിക്കും. LLP വെച്ച് കേസ് നോക്കുകയാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ഓൺലി അഗ്രിമെൻറ്റ് മാത്രമായിരിക്കും. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്. പബ്ലിക് കമ്പനി ആണെങ്കിൽ ഷെയർ ട്രാൻസ്ഫറബിൾ ആണ്, അതേസമയം പ്രൈവറ്റ് ആണെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. LLP പ്രകാരം പാർട്ട്നേഴ്സിൻ്റെ റൈറ്റും ലയബിലിറ്റി മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. Rules relating to transfer of property. The first rule ആണ് transfer of property in the specific or ascertained goods, where goods are in immediately deliverable state to the buyer when the contract is unconditional. The transfer of property can be at the time when the contract is made. In this case, there is no need of transfer of price from buyer to the seller. ഇതിൽ ആദ്യത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് അൺകണ്ടീഷണൽ ആണെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വസ്തുവിൻ്റെ കൈമാറ്റം നടത്താം. ഈ സാഹചര്യത്തിൽ വാങ്ങുന്ന ആളിൽ നിന്ന് വിൽപ്പനക്കാരനെ വില കൈമാറ്റം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലെ സെക്കൻഡ് റൂളാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ അൺഅസർട്ടൈൻഡ് ഓർ ഫ്യൂച്ചർ ഗുഡ്സ്. വെൻ ദർ ഇസ് എ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്, no property in the goods is transferred to the buyer at the time of making of the contract. The property cannot pass unless and until the goods are ascertained. The property in them will pass when the parties intend it to pass. ഇതിൽ സെക്കൻഡ് റൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സാധനങ്ങളിലുള്ള ഒരു വസ്തുവും വാങ്ങുന്ന ആൾക്ക് കൈമാറില്ല. സാധനങ്ങൾ കണ്ടെത്തുന്നവരെ വസ്തുവിന് കടന്നു പോകാൻ കഴിയില്ല. കക്ഷികൾ പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവയിലെ സ്വത്ത് കടന്നു പോകുമെന്ന് ഉറപ്പായി.
മൂന്നാമത്തെ റൂളാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ കേസ് ഓഫ് സെയിൽ ഓൺ അപ്രൂവൽ. സെയിൽ ഓൺ അപ്രൂവൽ ഈസ് എ സെയിൽ ഇൻ വിച്ച് ദ ബയർ may return the goods within a reasonable period if the goods do not serve his purpose. This is also called sale or return basis. In this case, the ownership is transferred to the buyer when he accepts the goods. ഇതിൽ മൂന്നാമത്തെ റൂളാണ് സെയിൽ ഓൺ അപ്രൂവൽ. സാധനങ്ങൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ വിറ്റ് പോയില്ലെങ്കിൽ ഇത് വാങ്ങിയ ആൾക്ക് തന്നെ ഒരു കൃത്യമായ പീരീഡിനുള്ളിൽ തിരിച്ചു നൽകാവുന്നതാണ്. ഇതിനെ സെയിൽ ഓർ റിട്ടേൺ എന്നും പറയുന്നുണ്ട്.